ഈ സങ്കേത മര്യാദ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. പൂജകളൊക്കെ സങ്കേതങ്ങളിലാണ്, പ്രത്യേകിച്ച് കൗള പൂജകൾ, ഭൈരവ പൂജയൊക്കെ. അപ്പം അതിലൊക്കെ ഗോപ്യമായ രഹസ്യമായ പല കർമ്മങ്ങളും ക്രിയകളും ഉണ്ടാവും. അതൊക്കെ സത്യത്തിൽ ആ സമ്പ്രദായത്തിൽപ്പെട്ട ആൾക്കാരെ മാത്രമേ സങ്കേതത്തിൽ കയറ്റൂ, അല്ലാത്ത ആൾക്കാരെ സങ്കേതത്തിന് പുറത്തു നിർത്തും. ഇവിടെ ഒരു പ്രത്യേകത, ഇതൊക്കെ സാധാരണക്കാരന് കാണാൻ പറ്റുന്ന രീതിയിൽ, മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അവിടെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ചെയ്യിക്കുന്നു എന്നുള്ളതാണ്. കാരണം എല്ലാവരും ഇത് മനസ്സിലാക്കട്ടെ. പലപ്പോഴും ഇതുപോലെ ഗോപ്യമായി വെച്ചിട്ടാണ് പലരും നഷ്ടപ്പെട്ടു പോയത്. അതിനെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളൊക്കെ നമ്മൾ ഇടയിലുള്ളത്. അതിനെ ക്ലിയർ ചെയ്ത് എന്താണെന്നുള്ള മനസ്സിലാക്കി കൊടുത്താൽ അത് മനസ്സിലാവുന്ന ഒരു തലമുറയാണ് ഇപ്പോൾ ഉള്ളത്. ഓരോ ദിവസവും തിരക്ക് കൂടിക്കൂടി വരികയാണ്. ഒരു പക്ഷേ സംഘാടകർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതിലധികം തിരക്കുണ്ട്. പക്ഷേ സേവാഭാരതിൻ്റെ വളണ്ടിയേഴ്സിൻ്റെ ഇടപെടൽ, പോലീസിൻ്റെ കൃത്യമായ ഇടപെടൽ, അതൊക്കെ കൊണ്ട് ഇത്രയും പേര് വന്നിട്ടും വലിയൊരു പ്രയാസമൊന്നുമില്ലാതെ പോകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വരുന്ന ആൾക്കാരുടെ ക്ഷമയാണ്. കാരണം ഒരു 10,000 പേര് കൊള്ളുന്ന സ്ഥലത്ത് 3 ലക്ഷം 3.5 ലക്ഷം ആൾക്കാർ വരിക എന്ന് പറയുമ്പോൾ, പോലീസുകാർ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു 100 ആൾ കൂടുന്ന സ്ഥലത്ത് ഒരു ബഹളവും ഒരു കച്ചറയും ഉണ്ടാവുന്നതാണ്. ഇവിടെ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നു പോയിട്ട് പോലും പോലീസിന് അങ്ങനെ ഇടപെടേണ്ട ഒരു വിഷയം വരുന്നില്ല എന്നുള്ളത്. അത് ജനങ്ങൾ ഇതിനോട് കാണിക്കുന്ന ഒരു കൃപയാണ്, അല്ലെങ്കിൽ അതിനോട് കാണിക്കുന്ന ഒരു അവരാവേശമാണ്. നമസ്തേ. മഹാമാഘ മഹോത്സവം അതിഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്ഭുതപൂർവമായ ഭക്തജന തിരക്കുകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ജനുവരി 31 യജ്ഞശാലയിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട പൂജകളാണ് നടക്കുന്നത് എന്ന് നമുക്ക് ചോദിച്ചറിയാം. അതിനായി നമുക്കൊപ്പം ശ്രീനാഥ്ജി ചേരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം. നമസ്തേ ജി. നമസ്കാരം. പറഞ്ഞതുപോലെ ഓരോ ദിവസവും തിരക്ക് കൂടിക്കൂടി വരികയാണ്. ഒരു പക്ഷേ സംഘാടകർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതിലധികം തിരക്കുണ്ട്. പക്ഷേ സേവാഭാരതിൻ്റെ വളണ്ടിയേഴ്സിൻ്റെ ഇടപെടൽ, പോലീസിൻ്റെ കൃത്യമായ ഇടപെടൽ, അതൊക്കെ കൊണ്ട് ഇത്രയും പേര് വന്നിട്ടും വലിയൊരു പ്രയാസമൊന്നുമില്ലാതെ പോകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വരുന്ന ആൾക്കാരുടെ ക്ഷമയാണ്. കാരണം ഒരു 10,000 പേര് കൊള്ളുന്ന സ്ഥലത്ത് 3 ലക്ഷം 3.5 ലക്ഷം ആൾക്കാർ വരിക എന്ന് പറയുമ്പോൾ, പോലീസുകാർ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരു 100 ആൾ കൂടുന്ന സ്ഥലത്ത് ഒരു ബഹളവും ഒരു കച്ചറയും ഉണ്ടാവുന്നതാണ്. ഇവിടെ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നു പോയിട്ട് പോലും പോലീസിന് അങ്ങനെ ഇടപെടേണ്ട ഒരു വിഷയം വരുന്നില്ല എന്നുള്ളത്. അത് ജനങ്ങൾ ഇതിനോട് കാണിക്കുന്ന ഒരു കൃപയാണ്, അല്ലെങ്കിൽ അതിനോട് കാണിക്കുന്ന ഒരു അവരാവേശമാണ്. വളരെ ആത്മസംയമനം പാലിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ആരതിക്കൊക്കെ 6:30 ആരതിക്ക് 3:30 മണിക്ക് നല്ല വെയിലത്ത് അവിടെ സ്ഥാനം പിടിക്കുന്നവരുണ്ട്. അപ്പോൾ അവർ 3 മണിക്കൂർ അവിടെ വെയിൽ കൊണ്ടിരിക്കുകയാണെന്ന് കാണാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് തന്നെ അവർക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ടാവും. അവിടെയും സേവാഭാരതി പ്രവർത്തകർ പറയുന്നതനുസരിച്ച് എല്ലാവരും സംയമനം പാലിച്ചിരിക്കുക എന്നുള്ളതാണ്. എല്ലാ നിർദ്ദേശങ്ങൾ പാലിച്ച് എല്ലാവരും ഇരിക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പോലീസുകാർ തന്നെ വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്തൊരു കാര്യമാണ് ഈ ഗ്രൂപ്പിനെ കുറിച്ചിട്ട്. അപ്പോൾ ധാരാളം തിരക്കുകൾ വരുന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് അത് പ്രയാസമില്ലാതെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് ജനുവരി മാസം 31 ശനിയാഴ്ച. ശനിയാഴ്ച ഞായറാഴ്ച ഒഴിവുള്ള ദിവസങ്ങളാണ്, കൂടുതൽ തിരക്ക് പ്രതീക്ഷിക്കുന്ന സമയമാണ്. ത്രയോദശിയാണ് തിഥി. അതുപോലെ ത്രയോദശിയും ചതുർദശിയും പ്രദോഷ വ്രതമുള്ള ദിവസമാണ്. പുണർദമാണ് നക്ഷത്രം. ഇവിടെ നിന്ന് ദക്ഷിണാമൂർത്തി പൂജയാണ് രാവിലെ 6 മണി മുതൽ നടക്കുന്നത്. വിഷ്ണു ആനന്ദാണ് ആചാര്യനായിട്ട് അതിന് ദക്ഷിണാമൂർത്തി പൂജയ്ക്കുള്ളത്. വൈകുന്നേരം 6 മണി മുതൽ ഭൈരവ പൂജയാണ്. അത് നടത്തുന്നത് ആചാര്യൻ TV രാമൻ മണിക്കർ എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ ഇതിൽ ഭൈരവ പൂജ എന്നൊക്കെ പറയുന്നത് വളരെ പ്രത്യേകതയുള്ള, ഭൈരവ പൂജയൊക്കെ സങ്കേതത്തിൽ മാത്രം നടക്കുന്ന, നമുക്ക് കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അതാണ് ഈ മാഘത്തിൻ്റെ പ്രത്യേകത. അതാണ് ഈ സങ്കേത മര്യാദ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ സങ്കേതങ്ങളിൽ പൂജകളൊക്കെ സങ്കേതങ്ങളിലാണ് നടക്കുക, പ്രത്യേകിച്ച് കൗള പൂജകൾ, ഭൈരവ പൂജയൊക്കെ. അപ്പം അതിലൊക്കെ ഗോപ്യമായ രഹസ്യമായ പല കർമ്മങ്ങളും ക്രിയകളും ഉണ്ടാവും. പ്രത്യേക രീതിയിലാണ്. അതൊക്കെ സത്യത്തിൽ ആ സമ്പ്രദായത്തിൽപ്പെട്ട ആൾക്കാരെ മാത്രമേ സങ്കേതത്തിൽ കയറ്റൂ, അല്ലാത്ത ആൾക്കാരെ സങ്കേതത്തിന് പുറത്തു നിർത്തും. സങ്കേത മര്യാദ എന്നാ പറയാം. ഇവിടെ ഒരു പ്രത്യേകത, ഇതൊക്കെ സാധാരണക്കാരന് കാണാൻ പറ്റുന്ന രീതിയിൽ, മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അവിടെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ചെയ്യിക്കുന്നു എന്നുള്ളതാണ്. കാരണം എല്ലാവരും ഇത് മനസ്സിലാക്കട്ടെ. ഈ പലപ്പോഴും ഇതുപോലെ ഗോപ്യമായി വെച്ചിട്ടാണ് പലരും നഷ്ടപ്പെട്ടു പോയത്. അതിനെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളൊക്കെ നമ്മൾ ഇടയിലുള്ളത്. അതിനെ ക്ലിയർ ചെയ്ത് എന്താണെന്നുള്ള മനസ്സിലാക്കി കൊടുത്താൽ അത് മനസ്സിലാവുന്ന ഒരു തലമുറയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടായിരിക്കാം ഇപ്പം ഇതുപോലെ പൂജകളൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ചെയ്യിക്കുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത് രണ്ടും എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ 2 പൂജയിൽ പങ്കെടുക്കുക. നേരിട്ട് പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. പരമാവധി ആൾക്കാർ പൂജകൾ ബുക്ക് ചെയ്യുക. കാരണം വലിയൊരു ചിലവ് ഈ ഒരു കാര്യങ്ങൾക്കുണ്ട്. അപ്പം ഇതും ധനം കൊണ്ടും അതുപോലെ മനസ്സുകൊണ്ടും ധനം കൊണ്ടും ശരീരം കൊണ്ടൊക്കെ ഇതിൻ്റെ ഭാഗമാവുക എന്നുള്ളതാണ്. വിദേശത്തുള്ള ആൾക്കാർക്കൊക്കെ ഇതിൽ പങ്കെടുക്കാം. അതിൻ്റെ ഗുണം അവർക്ക് ലഭിക്കും. അവരുടെ പേരിൽ
അതിന് വേണ്ട കർമ്മങ്ങളും ക്രിയകളൊക്കെ അവിടെ ചെയ്യും. ഒപ്പം തന്നെ പ്രധാന വേദിയിൽ എന്തൊക്കെയാണ് മറ്റു പരിപാടികൾ നടക്കുന്നത് 31-ാം തീയതി ശനിയാഴ്ചയാണ്. രാവിലെ 10 മണി മുതൽ കൃഷ്ണാനന്ദ ഭാരതിയുടെ ഭജന നടക്കുന്നുണ്ട്. പിന്നീട് തിരുവാതിര, നൃത്തശില്പം, അതുപോലെ ഭജനകൾ, നിളാരതി, മോഹിനിയാട്ടം, ഇടയ്ക്ക സോപാനം, അതുപോലെ നൃത്യങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് 31-ാം തീയതി വേദിയിൽ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ദിവസമുള്ള സന്യാസിമാരുടെ സ്നാനം, വൈകുന്നേരത്തെ ആരതി, അതുപോലെ 3 ക്ഷേത്രങ്ങളിലുള്ള ദർശനം, ഓരോ വിവിധ ഗ്രൂപ്പുകൾ വന്നുകൊണ്ട് അവരുടേതായ രീതിയിലുള്ള ജപങ്ങളും നാമജപങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും. എപ്പോൾ വന്നാലും അവിടെ ഏതെങ്കിലുമൊക്കെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കും. നമുക്ക് ഏതാണോ താല്പര്യമുള്ളത് അത് കണ്ടിരിക്കാം. അതേപോലെ തന്നെ ഈ യാഗവേദി തന്നെ ഒരുപാട് പേര് വന്ന് അവിടെ ഇരുന്ന് അവരെ ഭജന പാടുന്നതും അവരെ കാര്യങ്ങൾ ചെയ്യുന്നതും കർമ്മം ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ധാരാളം പരിപാടികൾ, ഇതൊക്കെ ഷെഡ്യൂൾ ചെയ്ത പരിപാടി മാത്രം, ഔദ്യോഗികമായ പരിപാടികൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. അതല്ലാതെ അനൗദ്യോഗിക പരിപാടികൾ ധാരാളം നടക്കുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ പലപ്പോഴും ചില പരിപാടികളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. പ്രോഗ്രാം കമ്മിറ്റി അതിൽ സമയം അനുസരിച്ച് പരിപാടികൾ എല്ലാവർക്കും ആര് അവസരം ചോദിച്ചാലും അവർക്കൊക്കെ കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പ്രോഗ്രാം കമ്മിറ്റി ഉള്ളത്. പക്ഷെ ഒരുപാട് പരിപാടി വരുമ്പോൾ സമയക്രമം പാലിക്കേണ്ടതുണ്ട്. നല്ല ധാരാളം പരിപാടികൾ നടന്നുകൊണ്ടിരിക്കും. നമസ്തേ ജി.